നമ്മൾ നല്ലൊരു മനോഹരമായിട്ടുള്ള സിനിമ കണ്ടു. സർക്കീട്ട് എന്നാണ് പേര്. സർക്കീട്ട്. സംവിധാനം താമർ, തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് താമറാണ്. അയാസ് ഹസനാണ് ഇതിന്റെ ഛായാഗ്രഹണം. അതുപോലെ തന്നെ സംഗീത് പ്രതാപാണ് ഇതിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. ഗോവിന്ദ് വസന്തിയാണ് മ്യൂസിക്, അതുപോലെ തന്നെ പശ്ചാത്തല സംഗീതവും ഒരുക്കിയിട്ടുള്ളത്. നല്ലൊരു സിനിമ, നല്ല അടിപൊളി, നല്ല മിടുക്കുള്ള ഫീൽ ഗുഡ് മൂവി, നല്ലൊരു കുട്ടി ഒരു കല്ല് കടിയൊന്നും ഇല്ലാത്ത നല്ലൊരു കൊച്ചു സിനിമ തന്നെയാണ്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ആസിഫ് അലിയുടെ ഒരു നല്ലൊരു മികവുള്ള ഒരു അഭിനയം തന്നെ കാഴ്ച വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യും. അത്രയേറെ ഫീൽ ഗുഡ് മൂവിയാണിത്. ഇമോഷണൽ രംഗങ്ങളും വൈകാരികമായ നിമിഷങ്ങളും മുഹൂർത്തങ്ങളും ഒക്കെ കോർത്തിണക്കി അനാവശ്യമായിട്ടുള്ള ഒരു അരോചകമായിട്ടുള്ള ഡയലോഗുകളൊന്നും ഇല്ലാതെ നല്ല എന്താ പറയാ, നല്ലൊരു പാൽപായസം നമുക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടിയ ഒരു ഫീല് തരുന്ന നല്ലൊരു ചിത്രം. അടിപൊളിയാണ് കേട്ടോ, നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. 1001 നുണകൾക്ക് ശേഷം താമർ ഒരുക്കിയ സൂപ്പർ പടായി മാറിയൊക്കെയാണ് സർക്കീട്ട്. നല്ല പാട്ടുകളും ഒക്കെ, പാട്ടിന്റെ ഒരു ഒഴുക്ക് തന്നെ അടിപൊളിയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ഒരു പയ്യന്റെ കാര്യം പറയാം. ADHD എന്ന് പറഞ്ഞ അസുഖബാധിതനായ ഒരു കുട്ടിയായിട്ട് ജഫ്രോൺ എന്ന കഥാപാത്രത്തെ ചെയ്യുന്നു ഓർഹാൻ എന്ന പയ്യൻ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ദിവ്യ പ്രഭയും ദീപക് പരമ്പോരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ മകനായിട്ടാണ് നമ്മുടെ ഈ ജപ്പു അഭിനയിക്കുന്നത്. നല്ല സെറ്റ് സിനിമ. ജോലിയൊക്കെ തേടി ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു യുവാവായിട്ട് നമ്മുടെ അമീർ എന്ന കഥാപാത്രത്തെ ചെയ്യുകയാണ് ഇതിൽ ആസിഫ് അലി. ഗൾഫ് പശ്ചാത്തലമായിട്ടുള്ള സിനിമയാണ്. ഞാൻ കഥ മൊത്തമൊന്നും പറഞ്ഞിങ്ങനെ ആകെ ചളമാക്കുന്നില്ല. സിനിമ പോയി കാണണം കേട്ടോ. സിനിമ നല്ല സിനിമയാണ്. തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ കൂടുതലായിരിക്കും നമുക്ക് ആ പാട്ടുകളൊക്കെ അത്രയേറെ ഫീൽ ചെയ്യാൻ പറ്റും. നല്ലൊരു അടിപൊളി കുടുംബ പ്രേക്ഷകരെ ഒന്നടങ്കം സിനിമ ഇങ്ങനെ മാടി വിളിക്കുകയാണ്, വരൂ 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 എന്ന് പറഞ്ഞ്. അത്രയേറെ നല്ലൊരു സർക്കീട്ട്, മനസ്സ് നിറഞ്ഞൊരു സർക്കീട്ട്, നല്ലൊരു സിനിമ, സൗന്ദര്യമുള്ള സിനിമ, മനോഹരമായ സിനിമ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അനാവശ്യമായിട്ട്, ഞാൻ വീണ്ടും പറയണം, അനാവശ്യമായിട്ട് ഇങ്ങനെ അലമ്പായിട്ടൊക്കെ തോന്നാവുന്ന സിറ്റുവേഷനോ ഡയലോഗോ ഒന്നും നമുക്ക് ഈ സിനിമയിൽ തോന്നിയില്ല. നല്ലൊരു ചിത്രം, കുടുംബ ചിത്രം. ഇപ്പൊ വേനൽക്കാല അവധി ഇതേപ്പോ തീരാറായി, സ്കൂളൊക്കെ തുറക്കാറായി. നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു ഈ പടം. ഇത് കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ അടിപൊളിയായതിനാ. പക്ഷെ എന്നാലും നല്ലതുപോലെ ഫാമിലി തിയേറ്ററിലേക്ക് ഓടി വരും. ഈ ചിത്രം തോളിലേന്തും. ഇപ്പൊ തന്നെ നമ്മൾ ഈ ചിത്രത്തിൽ ആസിഫ് അലിയുടെ അഭിനയത്തെ പറ്റി പറഞ്ഞ പോലെ തന്നെ ആസിഫ് അലി കുറേ ചിത്രങ്ങളായിട്ട് അടിപൊളിയായിട്ട് നല്ല മികവുള്ള വേഷങ്ങളാണ് നോക്കിയെടുക്കുന്നത് തന്നെ. അത് അടിപൊളിയാണ്. എന്തായാലും അത് സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ തലവൻ, ലെവൽ ക്രോസ്, കിഷ്കിന്ധ കാണ്ഡം, രേഖാചിത്രം, ഒട്ടനവധി ഒരു പിടി ചിത്രങ്ങൾ ഇങ്ങനെ അദ്ദേഹം നല്ലതായിട്ട് അഭിനയിച്ചു. അടിപൊളിയായിട്ട് ചിത്രങ്ങളൊക്കെ നല്ലൊരു മികവ് നേടി. അപ്പൊ ആ ഒരു മികവിലേക്ക് സർക്കീട്ടും എത്തിപ്പെട്ടേക്കാണ്. അടിപൊളി. ഓർഹാൻ എന്ന് പറഞ്ഞ പയ്യൻ അടിപൊളിയായിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാലേ, ഇങ്ങനെ ഈ ADHD എന്ന് പറഞ്ഞ അസുഖത്തിന്റെ ഒരു സംഭവം ഉള്ള കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടങ്ങിയിരിക്കില്ല. എപ്പോഴും ഇങ്ങനെ 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 അത് ഇതൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ഇറിറ്റേറ്റിങ് ഈ സിനിമയിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ ഒരുപാട് ഫാമിലി അതൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും സാഹചര്യങ്ങൾ കൊണ്ട്. അത് ആ സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ ഈ സിനിമ പലരുടെയും ജീവിതമായിട്ട് കണക്ട് ചെയ്തു പോകും എന്നുള്ളത് സത്യം തന്നെയാണ്. അത്രയേറെ കുടുംബത്തിനെ എങ്ങനെ ടച്ച് ചെയ്യുന്ന ഒരു ചിത്രം, അതാണ് സർക്കീട്ട്. അടിപൊളി പടം ഉണ്ട്, പോയി കാണണം. ഓക്കെ, ബൈ ബൈ.